ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഒക്കെ ഡാഷ്ബോർഡുകൾ ഒരുപാട് കാലപ്പഴക്കത്തിന് ശേഷം കളറൊക്കെ ഫെയ്ഡായിട്ട് നരച്ചിരിക്കുമായിരിക്കുമല്ലേ. അപ്പോൾ എങ്ങനെ അധികം ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ക്ലീനർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതുപോലത്തെ ചെറിയൊരു സ്പ്രേയുടെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ചെറിയൊരു കുപ്പിയായാലും മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാനിറ്റൈസറിൻ്റെ ചെറിയൊരു ബോട്ടിലാണ്. അതാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഏകദേശം ഈ ഒരു അളവിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണ്ട അളവിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഇതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എത്ര അളവിലാണോ വെളിച്ചെണ്ണ എടുത്തത് അതേ അളവിൽ തന്നെ ആയിരിക്കണം ഈ ഒരു മണ്ണെണ്ണ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അങ്ങനെ നമ്മളിതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നിറച്ചെടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സ് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടില്ലേ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിനി ഡാഷ്ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് കണ്ടില്ലേ, ഇതുവഴി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പൊസിഷൻ കൂടി ഒന്ന് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് വേറെ ഒന്നിനല്ല, നമ്മൾ മിക്സ് അപ്ലൈ ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ മിക്സ് അപ്ലൈ ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടാപ്പ് ഒട്ടിക്കുന്നത്. അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഭാഗത്തെ പൊടിയൊക്കെ നമുക്കൊന്ന് തുടച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തുള്ള മിക്സ് ഈ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു തുണിയുടെ പീസ് എടുത്തതിന് ശേഷം ഇത് മൊത്തത്തിൽ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം. അതുപോലെ തന്നെ AC എയർ വെൻറ്റുകളിലായിട്ട് ധാരാളം പൊടികളും മറ്റും ഉണ്ടാകും. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ 2 സൈഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള ഇൻസുലേഷൻ ടാപ്പ് നമുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടാവും ആ ടാപ്പ് ഒട്ടിച്ച ഭാഗവും അതുപോലെ തന്നെ നമ്മൾ മിക്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഭാഗവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. 2 സൈഡും തമ്മിലുള്ള വ്യത്യാസം, നല്ല രീതിക്കുള്ള ഒരു വ്യത്യാസമുണ്ട് 2 സൈഡും തമ്മിൽ. ഇനി നമുക്ക് ഡാഷ്ബോർഡ് മൊത്തത്തിൽ ഒന്ന് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം. എന്നതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ഡാഷ്ബോർഡ് മൊത്തത്തിൽ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ഇപ്പോൾ നിങ്ങൾ സൈഡിലായിട്ട് കാണുന്നത് ഈ ഡാഷ്ബോർഡിൻ്റെ ആദ്യത്തെ അവസ്ഥയാണ്. കണ്ടില്ലേ, നരച്ച് ആകെ കളറൊക്കെ ഫെയ്ഡായിട്ട്. എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, രണ്ടും തമ്മിലുള്ള മാറ്റം. ഇനി ഇതിൻ്റെ ഡോർ പാഡ് നമുക്ക് ഈ ഒരു മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് നമുക്കിതിലേക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം.
അതിന് ശേഷം ഒരു തുണി എടുത്തതിന് ശേഷം ഇവിടെയും നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കണം. എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം. അങ്ങനെ നമ്മളിതേ ഡോർ പാഡിലും ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്നത് ഇതിൻ്റെ ആദ്യത്തെ അവസ്ഥയാണ്. കണ്ടില്ലേ, ഇതും നമ്മൾ അപ്ലൈ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ഡാഷ്ബോർഡുകൾ മാത്രമല്ല കേട്ടോ, ഇനി ഡോർ പാഡുകൾ അതുപോലെ തന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ബൈ.